ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ അല്ലേ കൂടുതലും ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവാണ് ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ ചൂടോടെ അങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതേ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് ക്രാക്കൊന്നും വീഴാണ്ട് നന്നായിട്ട് തന്നെ അങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളിത് പരത്തിയിട്ട് എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ തന്നെ കിട്ടുള്ളൂ. അതിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ശരി കേട്ടോ, ഇതുപോലെ നല്ല ക്രാക്കില്ലാണ്ട് നല്ലോണം അങ്ങനെ ഉരുട്ടിയെടുത്താൽ മാത്രമാണ് നമുക്കും ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് എടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ എല്ലാതും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കണ പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതേ ആദ്യത്തേത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ എല്ലാതും തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 സൈഡ് നന്നായിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ അത് ചപ്പാത്തിയൊക്കെ പൊള്ളച്ചിട്ട് വരുന്ന പോലെ ഇത് നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പത്തിരി എല്ലാതും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അതുപോലെ തന്നെ ഇരിക്കും, നല്ല സോഫ്റ്റായിട്ട്. ഒട്ടും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് പോകില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പത്തിരിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും വെറും തേങ്ങാപ്പാൽ മാത്രം കൂട്ടിയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്